ജീൻ പോൾ ലാൽ എന്ന ലാൽ ജൂനിയർ ഈ പടം ലോഞ്ച് ചെയ്യുന്ന സമയത്തിൻ്റെ പേര് നടികർ തിലകം എന്നായിരുന്നു. നടികർ തിലകം ശിവാജി ഗണേശൻ്റെ മകൻ പ്രഭു ആയിരുന്നു എനിക്കൊന്ന് ഈ പടം ലോഞ്ച് ചെയ്തത്. പിന്നീട് എന്തോ പഞ്ചായത്തായെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോൾ പടത്തിൻ്റെ പേര് നടികർ എന്നേ ഉള്ളൂ, താഴെ ലാൽ ജൂനിയർ എന്നുണ്ട്. ആരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്താ നടികറിന് താഴെ ലാൽ ജൂനിയർ എന്ന് എഴുതിയേക്കുന്നത്. പലർക്കും അറിയില്ല ലാൽ ജൂനിയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ലാൽ ജൂനിയർ ഹണി ബി 1, 2 പിന്നെ ഹായ് ഐ ആം ടോണി തുടങ്ങി ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളൊരു ഹിറ്റ് പടം വരെ കൊടുത്ത ഡയറക്ടറാണ് നമ്മുടെ താടി ലാൽ. അദ്ദേഹത്തിൻ്റെ മകൻ ജീൻ പോൾ ലാൽ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിൽ വരെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞുമൽ ബോയ്സിൽ ടീം അടക്കം ഈ പടത്തിനകത്തുണ്ട് കേട്ടോ. മഞ്ഞുമൽ ബോയ്സിനകത്ത് ഒരു ഫസ്റ്റ് സോങ് ഇൻട്രോ സോങ്ങിനകത്തൊക്കെ മഞ്ഞുമൽ ബോയ്സിലെ ഡയറക്ടർ ചിദംബരം തൊട്ട് സുഷിൻ ശ്യാം അങ്ങനെ അവർ ഫുൾ ടീം ഈ പടത്തിനകത്ത് ഉണ്ട്. പിന്നെ ചന്തു സലീം കുമാർ ഈ പടത്തിനകത്ത് ഒരു ചെറിയ റോളും ചെയ്തിട്ടുണ്ട്. നടികറായിട്ട് പടത്തിനകത്ത് മെയിൻ കാസ്റ്റ് ആയിട്ടുള്ളത് ടൊവിനോ തോമസ് ആണ്. ടൊവിനോ തോമസിൻ്റെ നടികർ എന്ന് നമുക്ക് പറയാം. ടൊവിനോ തോമസ് ഇതിനകത്തൊരു സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ എന്നുള്ള റോളാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു സിനിമാ നടനാണ്. സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കരിയറും അങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ പ്ലോട്ടും മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നത്. പടത്തിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സാണ്. അവർ ജനതാ ഗാരേജ്, പുഷ്പ 1, 2 ഒക്കെ ചെയ്ത് സൗത്ത് ഇന്ത്യയിലൊരു വൻ പ്രൊഡക്ഷൻ ബാനറാണ് പടം ചെയ്തിരിക്കുന്നത്. 4-5 ഭാഷകളിൽ പടം ഇറങ്ങുന്നുണ്ട്. സുവിൻ സോമശേഖരനാണ് പടത്തിൻ്റെ തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ക്യാമറ ആൽബി, മ്യൂസിക് എക്സൻ ഗ്യാരി പെരേര ആൻഡ് നേഹ നായർ. ടെക്നിക്കൽ സൈഡെല്ലാം നല്ല രസമാണ്. ഇപ്പം നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിൽ ഇപ്പോൾ ടെക്നിക്കൽ സൈഡിന് ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. അത് ഇങ്ങനെ ചെയ്തു ഒന്നും പറയാനില്ല. എല്ലാം നല്ലതാണ്, ടോപ്പ് ക്വാളിറ്റി വർക്കുകളാണ്. ഇപ്പം ക്യാമറ ചെയ്തിരിക്കുന്ന ആൽബിയാണ്. മ്യൂസിക്, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളെല്ലാം രസമാണ്. പടം മൊത്തം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആകെ കൂടെ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ആരാടാ അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തതെന്നാണ്. ഗംഭീരമായിട്ടുണ്ടല്ലോ. നമുക്ക് ശരിക്കും തല്ലുമാല കണ്ടപ്പോൾ ഒരു ഫ്രഷ് സംഭവം ഉണ്ടായിരുന്നു. അതേപോലെ നമുക്ക് ഫീൽ ചെയ്യും. തല്ലുമാലയിൽ മഷർ ഹംസയായിരുന്നു കോസ്റ്റ്യൂം ചെയ്തിരുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആയിട്ടിരുന്ന ഏക്ത ഭട്ട് എന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത്. ഏക്ത ഭട്ട് പുള്ളിക്കാരിയുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എനിക്കൊന്ന് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഗംഭീര കോസ്റ്റ്യൂംസാണ്. നമ്മൾ ഓരോ സീനിലും രസമായിട്ട് ഗംഭീരമായിട്ട് നമ്മൾ ഇതൊക്കെ എവിടെ നിന്നിടെ ഇറക്കുന്നത് എന്നുള്ളൊരു തോന്നലിൽ വരും. ഇനി ഒരുപാട് ശരിക്കും ട്രെൻഡിങ്ങിൽ പോകാൻ പോകുന്ന കുറേ കോസ്റ്റ്യൂം ഇതിനകത്തുണ്ട്. തല്ലുമാലയിലുണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ നമുക്ക് കുറേ ട്രെൻഡിങ്ങിൽ പോയിരുന്നു. അതേപോലെ നടികരിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡ്രസ്സും അതിൻ്റെ പാറ്റേണും ഒക്കെ ഇനി പയ്യന്മാർ ചൂണ്ടി അത് ഇടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ടെക്നിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ് നടികർ. കാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഭയങ്കര കാസ്റ്റാണ്. ഇതിനകത്ത് അവിടം തൊട്ട് എല്ലാ ആക്ടേഴ്സും ഇപ്പം ലാല് തന്നെ ചെറിയ റോളിലൊക്കെ വന്ന് അഭിനയിച്ച് പോകുന്നു. സിനിമയ്ക്കുള്ളിലെ സിനിമ ഇതിനകത്ത് ഒരുപാട് വരുമല്ലോ. ഒരു ആക്ടറിൻ്റെ ജീവിതവും കഥയും പറയുമ്പോഴത്തേക്ക് സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു 10-50 സിനിമയുടെ പല സീൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഡയറക്ടർ രഞ്ജിത്ത് അഭിനയിക്കുന്നുണ്ട്, അനൂപ് മേനോനുണ്ട്. അങ്ങനെ ഭയങ്കര ഒരു എന്താണ് ആക്ടേഴ്സിൻ്റെ ഒരു പട്ടാളം തന്നെ ഈ പടത്തിനകത്ത് അണിനിരക്കുന്നുണ്ട്. ചെറിയ റോളുകളിലാണ് വന്നിങ്ങനെ പോകുന്നു എന്നുള്ള നിലയിലേ ഉള്ളൂ. എന്നാലും കൊള്ളാം. അങ്ങനെ വന്നു പോകുന്ന റോളുകളിലൊന്ന് ധ്യാൻ ശ്രീനിവാസൻ്റെയും കൂടെയാണ്. സെൽഫ് ട്രോള് ചെയ്തു പോകുന്ന ഒരു രീതിയിലൊക്കെ ധ്യാൻ ശ്രീനിവാസൻ്റെ റോള് ഉണ്ട്. ഒരു മെയിൻ ഫീമെയിൽ ലീഡ് എന്നുള്ളത് ഭാവനയാണ്. ഭാവന ഇതിനകത്തൊരു ആക്ട്രസ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ടൊവിനോയുടെ ഒരു ലവ് ഇൻട്രസ്റ്റ് പോലെയും ഒക്കെയാണ് പടത്തിനകത്ത് വന്നിരിക്കുന്നത്. അഭിനയിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേര് പറഞ്ഞാൽ ഭയങ്കര ഒരുപാടുണ്ട്. ഇങ്ങനെ പലരും വന്നു പോകുന്ന പടത്തിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കായിട്ടുള്ളത് അല്ലെങ്കിൽ പുള്ളി പൊളിച്ചല്ലോ എന്ന് തോന്നിയത് സുരേഷ് കൃഷ്ണയുടെ പെർഫോമൻസ് ആണ്. അദ്ദേഹത്തിന് ഒരു മാനേജറിൻ്റെ റോളാണ് ചെയ്തിരിക്കുന്നത്. സുരേഷ് കൃഷ്ണയുടെ പൈലി എന്നുള്ള ക്യാരക്ടർ എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ട് ഈ പടത്തിനകത്ത് തോന്നിയ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെയാണ്. അത് കഴിഞ്ഞ് ബാലു വർഗീസിൻ്റെത്. പിന്നെ സൗബിൻ ഈ പടത്തിനകത്തൊരു മേജർ റോൾ ചെയ്യുന്നുണ്ട്. മേജർ റോളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ വെറുപ്പിക്കാതെ ചെയ്തു എന്ന് പറയാം. സൗബിൻ ഈ പറഞ്ഞ പോലെ മഞ്ഞുമൽ ബോയ്സിനകത്ത് കഴിഞ്ഞിട്ട് വരുന്നൊരു പടമാണ്. സൗബിൻ്റെ സോണാണ്. മട്ടാഞ്ചേരിക്കാരൻ, കൊച്ചിക്കാരനായിട്ടുള്ള ഒരു സാധാരണക്കാരനാണ്. ഒരു ആക്ടിങ് കോച്ചായിട്ടാണ് അദ്ദേഹം ഇതിനകത്ത് വന്നിട്ടുള്ളത്. പുള്ളിയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ വേറൊരു രസമാണ്. നമുക്ക് മുമ്പൊരു ആക്ടിങ് കോച്ച് നമുക്കറിയാം, പച്ചാളം ബാസി. അപ്പോൾ അതുപോലെ പച്ചാളം ബാസി സരോജ് കുമാറിനെ പഠിപ്പിക്കാൻ വരുന്നത് പോലെ ടൊവിനോ തോമസിൻ്റെ ഡേവിഡ് പടിക്കലിനെ അഭിനയം പഠിപ്പിക്കാനായിട്ട് വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് സൗബിൻ വരുന്നത്. ടൊവിനോ, സുരേഷ് കൃഷ്ണ, ബാലു, സൗബിൻ ഈ 4 കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് പ്രധാനമായിട്ട് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ രഞ്ജിത്തിൻ്റെയും അനൂപ് മേനോനും ഒക്കെ നല്ല റോളുകളുണ്ട്. ഇതിനകത്ത് ടൊവിനോയുടെ അമ്മയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ദിവ്യ പിള്ളയാണ്. അതൊരു ഫ്ലാഷ് ബാക്ക് പോലെയും ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയിലും ഇദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ഫാമിലി ട്രോമ ഹിസ്റ്ററി അങ്ങനെയൊക്കെ കാര്യങ്ങളിലാണ് ഇത് പുള്ളിക്കാരിയുടെ റോള് കാണിക്കുന്നത് കൂടുതലായിട്ട്. പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഓമലെ എന്നുള്ളൊരു സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു അമ്മയും മകനും തമ്മിലുള്ള റിലേഷനും അത് പിന്നീട് അമ്മ മകനെ വിട്ട് പിരിഞ്ഞു പോകുന്നതും അങ്ങനെയൊക്കെയുള്ളൊരു സെൻറ്റിമെൻ്റൽ സെറ്റപ്പാണ് ആ പാട്ട് അതിനകത്ത്. ആ പാട്ട് ഈ പടം കാണുന്നതിന് മുമ്പ് കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. എൻ്റെ കൂടെ ഈ പടം കണ്ട ആൾക്ക് ഈ പറഞ്ഞ ഓമലെ എന്നുള്ള പാട്ടോ യൂട്യൂബിൽ റിലീസ് ചെയ്ത സംഗതികളോ ഒന്നും കണ്ടില്ലായിരുന്നു.
അപ്പോൾ പുള്ളിക്ക് ഈ പടത്തിൻ്റെ കഥ ഒട്ടും കണക്റ്റ് ആയില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഓമല എന്നുള്ളൊരു പാട്ട്, ഒരു 5 മിനിറ്റ് പാട്ട് ഈ പടത്തിൽ എവിടെയും പ്ലേസ് ചെയ്യാൻ സമയം കിട്ടിയില്ലേ? ഇത് ജസ്റ്റ് ഒരു ആ പടത്തിൽ ആ പാട്ടിനകത്തുള്ള സീനുകളെല്ലാം കുറേശ്ശെ കാണിച്ചു പോകുന്നതെന്നല്ലാതെ ആ പാട്ടിനും ആ മ്യൂസിക്കിനൊക്കെ ശരിക്കും നല്ലൊരു ഇമ്പാക്റ്റ് ഈ പടത്തിനകത്ത് മൊത്തത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞേനെ. പടത്തിനകത്തൊരു വലിയ നെഗറ്റീവ് ഈ പാട്ട് ആ പടത്തിൽ പ്ലേസ് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ്. പടത്തിന് ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. 1-2 സീനുകളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. നമുക്കത് തുടക്കത്തിൽ ഉള്ള അഭിനയിക്കാൻ വരുന്ന സീന് രഞ്ജിത്തുമായിട്ടുണ്ടാകുന്ന ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലൈമാക്സ് സീൻ, പിന്നെ നടുക്കുള്ളൊരു 3-4 സീൻ, അതൊക്കെ ഒരു പീക്കിൽ പോയി അഭിനയത്തിൻ്റെയും അല്ലെങ്കിൽ ആ റൈറ്റിങ്ങിൻ്റെയും ആളുകളുടെ ഇടയിലുള്ള ഇമോഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരുപാട് പീക്കിലെത്തിയ കുറേ സന്ദർഭങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ പടത്തിൻ്റെ പേസിലും ഇതിലും ഒരുപാട് അതേ കണക്കങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമാണ്. അങ്ങനെ അത്ര അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് ഗ്രിപ്പിംഗ് ആയിട്ട് പോകാൻ പറ്റിയിട്ടില്ല. തിരക്കഥ പല സ്ഥലങ്ങളിലും താന്നു പോയിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് എല്ലാവരും ബെറ്ററായിട്ട് തന്നെ പോയി. ഇപ്പോൾ ടൊവിനോയുടെ ക്യാരക്ടർ, ടൊവിനോ നല്ല ഒരു റീച്ചിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പടത്തിനകത്ത് ഇത് ചെയ്തു. നല്ല രീതിയിൽ ആ ഒരു ഡേവിഡ് പടിക്കൽ എന്നുള്ള ക്യാരക്ടറിനെ ശരിക്കും ഉൾക്കൊണ്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. സൗബിൻ്റെയും കുറച്ചധികം ഇമോഷണൽ സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാലു വർഗീസനുണ്ട്. സുരേഷ് കൃഷ്ണ അഴിഞ്ഞാട്ടം തന്നെയാണ്. അതേപോലെ ചന്തുവിൻ്റെ റോള്, ചന്തു കുറച്ച് നേരം മാത്രമേ ഉള്ളൂ, സെക്കൻഡ് ഹാഫിലാണ് വരുന്നതെങ്കിലും ഈ പറഞ്ഞ കണക്ക് പുള്ളിയെ തിരികെ കയറ്റി എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഇടയ്ക്കുണ്ടായിരുന്നു. ഭാവനയുടെ റോള് നല്ല രീതിയിൽ തന്നെ ചെയ്തു. ഭാവന നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഭാവനയ്ക്ക് ഈ പറഞ്ഞ പോലെ വെറുതെ ഒരു നായിക, വെറുതെ ഒരു ആക്ട്രസ് കൊണ്ടുവന്ന് ചേർത്തതല്ല. ഭാവനയ്ക്ക് തന്നെ അതിൻ്റെതായിട്ടുള്ള റോളുണ്ട്. അതേപോലെ നമ്മുടെ ബിഗ് ബോസ് താരം ലച്ചു, ഐശ്വര്യ, പുള്ളിക്കാരി ഇതിനകത്ത് ഭാവനയുടെ കൂടെയുള്ള റോളിലുണ്ട്. പുള്ളിക്കാരി വന്ന് ഡീസൻ്റായിട്ട് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. പടം കണ്ട് നമുക്കൊരു ആദ്യത്തെ 2 മണിക്കൂർ നല്ല ഗ്രിപ്പിംഗ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്ക് ടുവേർഡ്സ് ദ എൻഡ് പടം അത്ര അങ്ങ് ഇത് എവിടെ കൊണ്ട് നിർത്തും, ഇതെന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു ആക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൻ്റെ ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് വരുന്ന സിനിമകളും കാര്യങ്ങളൊക്കെ ഒന്നും സെറ്റ് ആവുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് എങ്ങനെയാണ് പിന്നീട് പുള്ളി അത് വർക്കൗട്ട് ചെയ്തെടുക്കുന്നത്, പുള്ളിയുടെ പേഴ്സണൽ ലൈഫും പുള്ളിയുടെ സിനിമ ലൈഫും പുള്ളി എങ്ങനെ ഒരു കുറച്ച് ബെറ്ററായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളടത്താണ്. ഒരു വലിയ ഹൈ പോയിൻ്റ് പടത്തിനകത്ത് വരുന്നില്ല എന്നുള്ളത് എനിക്കൊരു വലിയ പോരായ്മയായിട്ട് തോന്നി. അദ്ദേഹത്തിൻ്റെ കരിയറിലോ ലൈഫിലോ വലിയൊരു ചേഞ്ച് കൊണ്ടുവരത്തക്ക രീതിയിലോ വലിയൊരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകുന്നില്ല. പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ആളുകളുമായിട്ടുള്ള ഇമോഷണലി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അത് പുള്ളി തന്നെ അത് സോൾവ് ചെയ്ത് പോകത്തക്ക രീതിയിലുള്ള ചെറിയ പ്രശ്നങ്ങളായിട്ട് മാത്രമാണ് അതിനകത്ത് കാണിക്കുന്നത്. വലിയൊരു പ്രശ്നവും വലിയൊരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ടെങ്കിലും അവർ സംസാരിക്കുമ്പോൾ ഇല്ല മച്ചാനെ, അത് പോട്ട് മച്ചാനെ എന്നുള്ള നിലയിൽ അതങ്ങ് ശരിയായി അങ്ങ് റെഡിയായി പോവാണ്. ലൈഫ് അങ്ങനെയാണ്. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുമുണ്ട്. അങ്ങനെ എടുക്കണം എന്നുള്ള നിലയിൽ തന്നെയാണ് കാണിക്കുന്നത്. പടം ഒരു പ്രിറ്റി ഡീസൻറ്റ് വാച്ചാണ്. ഒരു 1 ടൈം വാച്ചബിൾ മൂവിയാണ്. പിന്നെ ലാൽ ജൂനിയറിൻ്റെ പടങ്ങളിലുള്ള ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമടി സീനുകൾ ഇതിലും ഗംഭീരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരാളില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തമിഴ് സിനിമകൾ കാണുമ്പോഴത്തേക്ക് എനിക്ക് വെങ്കട് പ്രഭുവിൻ്റെ പടങ്ങളിൽ വെള്ളമടി സീനുകളൊരു പ്രത്യേക വൈബാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ വെള്ളമടിക്കാത്ത ആൾക്കാർക്ക് വരെ എൻജോയ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ കണക്റ്റ് ആവത്തക്ക രീതിയിലുള്ള നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. വേറൊരു വൈബിൽ നമ്മളെ കൊണ്ടെത്തിക്കാൻ ലാൽ ജൂനിയർ പടങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഹണീബിയുടെ പടങ്ങൾ 2 മതിയാകും നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ലാൽ ജൂനിയർ ഒരു മികച്ച ഡയറക്ടർ തന്നെയാണ്. ഗംഭീര സ്ക്രിപ്റ്റുകൾ പുള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പുള്ളി അത് വേറെ ലെവലിൽ അത് എടുത്തു വെക്കും എന്നുള്ളതാണ്. പിന്നെ ഈ പടത്തിനകത്ത് കുറേ എക്സ്പെരിമെൻ്റൽ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. എനിക്കിതിനകത്തൊരു പാരലൽ യൂണിവേഴ്സിൽ മലയാള സിനിമകളിൽ ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു രീതിയിൽ കാണിച്ചേക്കുന്നത്. ഇദ്ദേഹം ഒരു സിനിമാ നടനാണ്. ഇദ്ദേഹം ചെയ്യുന്ന പടങ്ങളെന്നുള്ള നിലയിൽ ഇതിനകത്ത് കാണിക്കുന്നതിനകത്ത് സോംബി അറ്റാക്കിൻ്റെത് കാണിക്കുന്നുണ്ട്, സൂപ്പർ ഹീറോസിൻ്റെ സംഗതികൾ കാണിക്കുന്നുണ്ട്, ഏലിയൻ എന്ന് പറയുന്ന രീതിയിലുള്ള കഥകൾ അവിടെ പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്താൽ എങ്ങനെയുണ്ട്, വർക്കൗട്ട് ആകുമോ എന്നുള്ളൊരു പരീക്ഷണം. അതേപോലെ വാർ സിനിമകൾ, ഫുൾ ആൻഡ് ഫുൾ വാർ സിനിമകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ പുള്ളി ചെറിയ സീൻസായിട്ട് കാണിക്കുന്നുണ്ട്. ഭാവിയിൽ ലാൽ ജൂനിയറിന് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ എടുത്താൽ വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പരീക്ഷണം നടത്തിയതുപോലെ. അപ്പോൾ ആ ഗ്ലിംസ് കാണിക്കുന്നത് പുള്ളിയുടെ ഫുൾ എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ ഗംഭീരമായിട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അത് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ തോന്നും, ഇതൊക്കെ ഒരു ഫുൾ ഫിലിമായിട്ട് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ രീതിയിൽ നമുക്ക് തോന്നിയാൽ. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് ലാൽ ജൂനിയർ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പടങ്ങളൊന്നും എടുക്കരുത്, പുള്ളി എടുത്താൽ ഈ ക്വാളിറ്റിയിലായിരിക്കുമല്ലോ വരുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ഈ പടം ബോക്സ് ഓഫീസിൽ വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്ന് അറിയില്ല. എന്നാലും ഇതൊരു നല്ല പടമാണ്. പക്ഷേ എത്ര പേര് ഇത് ഇതൊക്കെ OTT കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്നു എന്ന് എനിക്കറിയില്ല. തിയേറ്ററിലൊരു മസ്റ്റ് വാച്ചായിട്ടും നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാനും കഴിയില്ല. എന്നാലും നല്ല കുറേ മൊമെൻറ്റ്സ് ഉള്ള, നല്ല ഒരുപാട് സീനുകളുള്ള, ടോവിനോയ്ക്ക് ശരിക്കും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പടം തന്നെയാണ്. കഴിയുമെങ്കിൽ നിങ്ങളും പടം കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.